ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് സ്പഞ്ച് കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണിത്. പിന്നെ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് ബേസിക് ആയിട്ട് നമ്മൾ ഈ കേക്കാണ് കേട്ടോ ഉണ്ടാക്കുക. പിന്നെ ഇത് നല്ല പെർഫെക്റ്റ് ആയി കിട്ടും. ഈ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളും നോക്കി ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലോട്ട് ഒരു 1/4 കപ്പ് മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് പൗഡർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഒരു ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള ഉപ്പും കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയായ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇത്രയേ ഉള്ളൂ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ആക്കിയ ശേഷം നമുക്കൊരു അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ കേക്ക് മിക്സ് ഇവിടെ 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതാവുമ്പോൾ കേക്ക് നല്ല മിക്സായി കിട്ടും ചെയ്യും, നല്ല സോഫ്റ്റ് ആവും, അതുപോലെ തന്നെ നല്ല പൊന്തി വരും ചെയ്യും കേട്ടോ. അപ്പോൾ കേക്കിന് നല്ല സ്ട്രക്ചറും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതൊന്നും മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എഗ്ഗിൻ്റെ സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് എഗ്ഗിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഇട്ട് ബീറ്റ് ചെയ്യുന്നത്. അത് ഇങ്ങനെ ചെയ്യുമ്പോൾ എഗ്ഗിൻ്റെ സ്മെല്ല് ഒട്ടും വരില്ല കേട്ടോ. അതിന് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ അതൊന്ന് ഹൈ സ്പീഡിലിട്ട് മാറ്റിയിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. പിന്നെ നമുക്ക് ബീറ്റർ ഇല്ലെങ്കിലും നമുക്കതൊരു വിസ്ക് ഉപയോഗിച്ചിട്ടൊക്കെ ബീറ്റ് ചെയ്തെടുക്കാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ മിക്സ്ഡ് ജാറിൽ ഇട്ടിട്ടാണെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാൻ ബീറ്റർ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ്, പെട്ടെന്ന് കഴിയും കാര്യങ്ങളൊക്കെ. വിസ്ക് ആകുമ്പോൾ കുറച്ച് കൂടുതൽ നേരം ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ലോയിലിട്ടിട്ട് പിന്നെ ഹൈയിൽ മെല്ലെ 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 ആക്കി കൊടുക്കുകയേ വേണ്ടുള്ളൂ. ഒറ്റയ്ക്ക് തന്നെ ഹൈ സ്പീഡിലിട്ടിട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ ഒരേ മോഷനിൽ വേണം അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെ ആകുമ്പോഴാണ് ഇത് റെഡിയായി കിട്ടുള്ളൂ. പിന്നെ ഇതായി ഒരു പരിവായി കഴിഞ്ഞ് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. പൊടിച്ചിട്ടാണെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. പൊടിക്കാണ്ടാണെങ്കിലും നമുക്കപ്പോൾ കുറേശ്ശെയായി മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒറ്റയടിക്കൊന്നും ഇട്ട് കൊടുത്തിട്ട് ചെയ്യരുത്. കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്ത ശേഷം അങ്ങനെ കുറേശ്ശെയായിട്ട് വേണം ഇതൊന്ന് ചേർക്കാൻ കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റർ ഒന്ന് 10 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നല്ല കേക്ക് നല്ല ഫ്ലഫി ആയി കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് അതിലിട്ട് കൊടുക്കും. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് വേണം ഇട്ട് കൊടുക്കാനും, ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്. അതാകുമ്പോൾ കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് കിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം നമുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ ഓവർ മിക്സിങ് അപ്പോൾ കേക്ക് ഇങ്ങനെ പൊന്തി കിട്ടില്ല, അതിങ്ങനെ കുഴിഞ്ഞു പോവും. ഒരുപാട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബബിൾസൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. നമ്മൾ മിക്സിങ്ങിലും ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മിക്സിങ്ങിലാണ് ചിലപ്പോൾ എല്ലാവർക്കും കേക്ക് ഫ്ലോപ്പായി പോകുന്നത്. അപ്പോൾ ഈ രീതിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരില്ല, കേക്ക് ഫുള്ളായിട്ട് കറക്റ്റായി കിട്ടും കേട്ടോ. കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അതാകുമ്പോൾ കേക്ക് ഇനി പൊന്തി വന്നതൊക്കെ അങ്ങനെ അതേ രീതിയിൽ തന്നെ നിൽക്കും. അപ്പോൾ ഒരിക്കലും ഒരുപാട് സ്ട്രെയിൻ കൊടുത്തിട്ട് നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കരുത് കേട്ടോ. മെല്ലെ മെല്ലെ വേണം ചെയ്തെടുക്കാൻ. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പാൽ ഒഴിക്കുന്നുണ്ട്. ചൂടുള്ള പാലാണ് കേട്ടോ ഞാനിവിടെ ഒഴിക്കുന്നത്. അങ്ങനെ കൂടി ആകുമ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് സ്ട്രക്ചർ ആയി കിട്ടും. അപ്പോൾ ഈ കേക്കിന് നമ്മൾ സോഫ്റ്റ് ആക്കാൻ പല രീതികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ ഇവിടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു ടിന്നിലോട്ട് ഒഴിക്കാം കേട്ടോ. ഞാൻ ഈ ടിന്ന് ഒന്ന് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്. അപ്പോൾ ഇനി ഇത് അതിലോട്ടൊന്ന് ഒഴിക്കാം. നന്നായി താഴ്ത്തിയിട്ട് വേണം ഇതൊന്ന് ഒഴിച്ചെടുക്കാൻ. ഇതൊന്ന് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എത്ര ടാപ്പ് ചെയ്യണം അത്രയും നല്ലത്. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. ഞാൻ ഇതിവിടെ കുക്കറിലാണ് വെക്കുന്നത്. കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഈ പാത്രം ഡയറക്റ്റ് ഇറക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് കുക്കർ മൂടി വെക്കാം കേട്ടോ. അപ്പോൾ വെയിറ്റ് ഇടാതിരിക്കുക. അതുപോലെ തന്നെ കുക്കർ ഒരു 40 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതൊരിക്കലും ചൂടോടെ തന്നെ മാറ്റിയെടുക്കരുത്. ഒന്ന് ചൂടാറിയ ശേഷം മാത്രമാണ് നമ്മൾ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ കണ്ടില്ലേ വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും. പിന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കമൻറ്റിലൂടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.